അഫാനെ പോലീസ് കസ്റ്റഡി വാങ്ങിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അഫാൻ്റെ വല്യമ്മ അഫാൻ്റെ പിതാവിൻ്റെ അമ്മയെ കൊലപ്പെടുത്തിയ കല്ലറപ്പാങ്ങോട്ടെ ആ കേസിലേക്കാണ് പോലീസ് കസ്റ്റഡി വാങ്ങിച്ചിരിക്കുന്നത്. ആ കേസിൻ്റെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞാൽ അടുത്ത കേസ് 2 കേസിനും ഇനി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കസ്റ്റഡി വാങ്ങിക്കേണ്ടി വരും. കല്ലറപ്പാങ്ങോട്ടെ കേസിലാണ് ഇപ്പോൾ കസ്റ്റഡി വാങ്ങിച്ചിരിക്കുന്നത്. അഫാനെ ഇപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ ദിവസവും മെഡിക്കൽ പരിശോധന നടത്തുന്നുണ്ട് പോലീസ്. അഫാനെ കസ്റ്റഡി വാങ്ങിച്ചിട്ട് പോലീസുകാരാകെ കഷ്ടപ്പെട്ടു. അവർക്ക് ഇയാളെ ചുമന്നുകൊണ്ട് നടക്കാൻ വലിയ പാടാണ്. കാരണം ഇവൻ എന്താ കാണിക്കണേന്ന് പറയാൻ ഒക്കില്ല. കഴിഞ്ഞ ദിവസം ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ആൻകഫ് 2 കൈയിലും ആൻകഫ് ഇട്ടാണ് കിടന്നിരുന്നത്. ഒരു കൈയിൽ അഴിച്ചു കൊടുത്തു. അപ്പോൾ അയാൾ സ്വതന്ത്രനായി. ബാത്റൂമിൻ്റെ മുകളിൽ കൂടെ എടുത്ത് ചാടി. പോലീസ് പേടിച്ചു പോയി. വലിയ പരിക്കേറ്റിട്ടുണ്ടാവും എന്ന് കരുതി അവനെ തൂക്കിയെടുത്ത് പോലീസ്. നല്ല വെയിറ്റുള്ള ചെറുക്കനാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ച് വലിയ കുഴപ്പമില്ല. ഈ പ്രതി എന്ത് ചെയ്യുന്നു അല്ലെ എന്ത് ചെയ്യും എന്ന് പ്രവചിക്കാൻ കഴിയില്ല. നല്ല ആരോഗ്യമുള്ള ആളാണ്. 5 പേരെ കൊന്നവനാണ്. അത് തന്നെയല്ല, അയാൾ ചെറുപ്പം മുതൽ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് വന്നയാളാണ്. ഇറച്ചിയും മീനും ഒക്കെ വേണം. പോലീസിൻ്റെ അടുത്ത് ഉച്ചയ്ക്ക് കസ്റ്റഡി ചെയ്യുന്ന സമയത്ത് മീനില്ലേ എന്ന് ചോദിച്ചു എന്ന് പറയുന്നു. പോലീസ് മീൻ വാങ്ങിച്ചു കൊടുത്തു. ഇയാളെ കസ്റ്റഡി ഇരിക്കുന്നിടത്തോളം കാലം പോലീസിന് വലിയ ഭയമാണ്. ഇയാൾ എന്ത് ചെയ്യും? ഇയാളെ ജീവന് തന്നെ ഇയാൾ അപകടപ്പെടുത്തുമോ? ഇയാൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താവും? ഒന്നും നമുക്ക് നിർവചിക്കാനോ ഫോർകാസ്റ്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് 24 മണിക്കൂറും പോലീസ് ഉറക്കമൊഴിച്ച് ഇയാളെ കസ്റ്റഡി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളെ തീർച്ചയായിട്ടും വല്യമ്മയുടെ വീട്ടിൽ അല്ലെങ്കിൽ കല്ലറപ്പാങ്ങോട്ട് കൊണ്ടുപോകണം. വെഞ്ഞാറമൂടിലുള്ള ഇയാളുടെ വീട്ടിൽ പോകണം. അതുപോലെ തന്നെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ വീടും ഭാര്യയും കൊന്ന ആ സ്ഥലത്ത് പോകണം. അങ്ങനെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇയാളെ കസ്റ്റഡി വാങ്ങിച്ച് തെളിവ് നിയമം അനുസരിച്ചുള്ള പല കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് വളരെ ബൃഹത്തായ ഒരു ജോലി തന്നെയാണ് പോലീസിന്. അയാൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രവചിക്കാനും കഴിയില്ല. പക്ഷേ ആഹാരം കൊടുക്കുന്നത് അയാളുടെ നല്ല ആരോഗ്യമുള്ള ചെറുക്കനാണ്. അതുകൊണ്ട് വെജിറ്റേറിയൻ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അയാളുടെ ശക്തി കുറയ്ക്കണം. മിതമായ ആഹാരം മാത്രമേ കൊടുക്കാവുള്ളൂ. അയാൾ ഇത്ര നാളും തിന്ന് ജീവിച്ച രീതിയിലെ പോലീസ് കൊണ്ടുപോകരുത്. അയാൾ തീർച്ചയായിട്ടും ആരോഗ്യം വർദ്ധിത വീര്യത്തോടുകൂടി അത് പ്രയോഗിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അയാൾ തന്നെ ജീവൻ അപകടത്തിലാണെന്ന് പോലീസിനറിയാം. എങ്കിലും അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളെ കസ്റ്റഡി വാങ്ങാതിരിക്കാൻ ഒക്കില്ല. അയാളെ മെഡിക്കൽ പരിശോധന നടത്തുമ്പോൾ ഇയാൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യവാനാണ് എന്നൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്. അയാൾ മൊഴി പല സന്ദർഭത്തിലും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അയാൾ പറഞ്ഞിരിക്കുന്നത് കടബാധ്യത കൊണ്ടാണ് താൻ ഇവരെ എല്ലാം കൊന്നത്. ആ വാചകം നമ്മൾ നോക്കുമ്പം കടബാധ്യതയുള്ളവർ കേരളത്തിൽ ധാരാളം ആൾക്കാരുണ്ടല്ലോ. ഇവനല്ലേ കടബാധ്യത വരുത്തിയിരിക്കുന്നത്. ഇയാൾക്ക് തന്നെയല്ലേ കടം വന്നിരിക്കുന്നത്. അപ്പോൾ അയാൾ തന്നെ അങ്ങ് ആത്മഹത്യ ചെയ്തു കൂടെ, പ്രശ്നം തീരുമില്ലേ? അതിന് പകരം അയാൾ കടം കൊടുത്തവരും കടം കിട്ടാൻ സാധ്യതയുള്ളവരെയൊക്കെ കൊല്ലുകയാണ്. അതിനോട് അത് എന്ത് ചിന്തയാണെന്ന് മനസ്സിലാകുന്നില്ല. ഇയാൾ സ്വയം ബലിയാടായാൽ പ്രശ്നങ്ങൾ തീരും. അതിന് പകരം കടം കൊടുത്തവരെയും അല്ലെങ്കിൽ ചോദിച്ചിട്ട് തരാത്തവരെയും സ്വർണ്ണാഭരണം കയ്യിലുള്ളവരെയും ഒക്കെ കൊന്നുകളയാണ്. ഇയാളുടെ ഭാര്യയെ, ഇയാളുടെ സുഹൃത്ത് പെൺകുട്ടിയെ കൊന്നതെന്താണ്? അത് പകയാണ് എന്ന് ഇയാൾ പറഞ്ഞു. അവരോടുള്ള വൈരാഗ്യം. എന്താണ് വൈരാഗ്യം? ആ കുട്ടി ഒരു മാല ഇവൻ ചോദിച്ചപ്പം കൊടുത്തു, അതുകൊണ്ട് വിറ്റു. അതിന് പകരം ഒരു ഗിൽറ്റ് മാല വാങ്ങിച്ചു കൊടുത്തു. ആ കുട്ടി ആ മാല വാങ്ങിച്ചിട്ട് വീട്ടുകാർ അറിയാതെ ഇവന് കൊടുത്തതാണ്. ആ മാലയെപ്പറ്റി വീട്ടുകാർ ചോദിക്കാൻ തുടങ്ങി. മാല കിട്ടിയേ പറ്റുള്ളൂ. ആ കുട്ടിയെ ഇയാൾ വിളിച്ച ഉടനെ വീട്ടിൽ നിന്ന് ട്യൂഷൻ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി ഇവൻ്റെ വസതിയിൽ വന്നു. അതെന്താണ് അത്ര ധൃതിയിൽ വരാൻ കാരണം? അത് എനിക്ക് തോന്നുന്നത് മാല ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മാല
വന്ന് തരാം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ചാടി ഇറങ്ങി വന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വന്ന ആ കുട്ടിയെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് അതിൻ്റെ മോട്ടീവ്? അതൊരു തരത്തിലും ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. പരസ്പരം ബന്ധമില്ലാത്ത രീതിയിലുള്ള മർഡറാണ് മൂന്നെടുത്തും. ഒരു കാര്യത്തിന് ഒരു ന്യായം പറഞ്ഞാൽ മറ്റൊരു കാര്യം അതുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. ഇയാൾ 15 വയസ്സ് മുതൽ ഇയാളുടെ വളർച്ച ആ രീതിയിൽ തന്നെയാണ്. അത് സാധാരണ ഒരു വളർച്ച ആരോഗ്യമുള്ള ഒരു മനസ്സില്ല ഇയാൾക്ക് ലക്ഷറിയാണ്. ഇയാൾക്ക് എപ്പോഴും ആഹാരം കഴിക്കണം, കോസ്റ്റ്ലി ആഹാരം, ഇറച്ചി മീൻ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം. അത് തന്നെയല്ല, പണം കിട്ടാൻ വേണ്ടി ഏത് മാർഗവും ഇയാൾ സ്വീകരിക്കും. ആ പെൺകുട്ടിയുടെ പ്രേമം തന്നെ പണം കിട്ടാൻ വേണ്ടിയിട്ടാണോ, അതിൻ്റെ കഴുത്ത കിടക്കുന്ന മാല കണ്ടിട്ടാണോ? എത്ര നാളായി കുട്ടിയുമായിട്ട് അടുപ്പമാണ് ഉണ്ടായത്? സ്വന്തം ഇളയ സഹോദരനെ അടിച്ചു കൊന്നത് ഇയാളല്ലേ. എന്താണ് ഇയാൾക്കൊരു സ്നേഹമെന്ന് പറയുന്നത് എന്ത് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. കുടുംബ ബന്ധമെന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. സ്വന്തം അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഇയാൾക്ക് ആരോടും കടപ്പാടില്ല, സ്നേഹബന്ധമില്ല. അതേസമയത്ത് അവരുടെ സ്വത്ത് വേണം. ഇവരുടെ ലക്ഷറി ലൈഫിന് അവരുടെ എല്ലാ സ്വത്ത് വേണം. അതുകൊണ്ട് ഇയാളുടെ മൊഴി പോലീസ് വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ഇയാൾ 15 വയസ്സുമുള്ള വളർന്നു വന്ന സാഹചര്യം, രാത്രി മുഴുവൻ സഞ്ചരിക്കുന്ന ഇയാൾ എവിടെയൊക്കെ പോയി, ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടു, ഇയാളുടെ സ്വഭാവ രൂപവൽക്കരണം ഈ രീതിയിലായതിൻ്റെ കാരണക്കാരാരാണ്? അമ്മ തന്നെയാണോ അതോ മറ്റു വെളിയിൽ ആരെങ്കിലും ഉണ്ടോ? ഇയാളെ ഇതുവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ആര്? ഇയാളെ എവിടെയാണ് യാത്ര ചെയ്ത് ആൾക്കാരെ കാണാൻ പോകുന്നത്? ആ രീതിയിലേക്ക് പോലീസ് അന്വേഷണം വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ മനുഷ്യനാര്, ഇയാളുടെ ഈ രീതിയിലുള്ള അതിക്രൂരമായ ഒരു മനസ്സിൻ്റെ ഉടമയായത് എങ്ങനെ? മനുഷ്യത്വം തേച്ചിട്ടില്ലാത്ത ഇയാളെ ഇപ്പം തന്നെ പോലീസ് തന്നെ കസ്റ്റഡി വെക്കുമ്പോഴും ഭയത്തോടു കൂടിയാണ് ഇയാളെ കസ്റ്റഡി വെച്ചിരിക്കുന്നത്. ആ പെൺകുട്ടി ചതിക്കപ്പെട്ടു, അമ്മ ചതിക്കപ്പെട്ടു, അതുപോലെ തന്നെ ഇളയ കൊച്ചു ചതിക്കപ്പെട്ടു. ഇയാളെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ ഏകദേശം പിതാവ് പറഞ്ഞു. അങ്ങനെ ഒരു കടമൊന്നുമില്ല അയാളുടെ അറിവിൽ. അയാൾക്ക് ഏകദേശം കുറച്ച് കടം വിദേശത്തുണ്ട്, അത് അയാൾക്ക് തന്നെ തീർക്കാൻ സാധിക്കുന്നതാണ്. മകനെ കടത്തിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടില്ല. ഇയാൾ തന്നെ വാങ്ങിച്ചു കൂട്ടിയ കടമാണ്. ഇവൻ്റെ കയ്യിൽ നിന്ന് പണം ആരെങ്കിലും ഊറ്റുന്നുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. ആ ആളെ കണ്ടെത്താൻ പോലീസിന് കഴിയുമോ എന്ന് സംശയമാണ്. കാരണം കോൾ ഡീറ്റെയിൽസ് എല്ലാം നോക്കി ഇയാൾ പോയ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് കണ്ടെത്തണം. എങ്കിൽ മാത്രമേ അതിന് കൃത്യത വരുള്ളൂ. ആരെങ്കിലും ഇയാളെ മിസ്ലീഡ് ചെയ്ത് ഈ പരുവത്തിലാക്കിയോ? അതിന് കാരണക്കാരാര്? നമുക്ക് അറിയാം, ആഭിചാരക്രിയ ചെയ്യുന്ന ആരെങ്കിലും ഇയാളുടെ പിന്നിലുണ്ടോ? അതിനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അത് വെളിപ്പെടുത്താൻ ഇയാൾ തയ്യാറല്ല. നിഷ്കരണം ആൾക്കാരെ, ഇന്നസെൻ്റായ ആൾക്കാരെ, ഇവനെ സഹായിച്ച ആൾക്കാരെ കൊന്നെടുക്കുന്ന മനസ്സാണ്. അതെങ്ങനെ രൂപപ്പെട്ടു? അത് വേറെ ചിന്തയിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഇയാളെ ആരാണ് ഈ അഫാൻ എന്നുള്ള ക്യാരക്ടറെന്ന് പോലീസ് കണ്ടെത്തണം. അല്ലാതെ ഈ കേസിൻ്റെ അറസ്റ്റ് നടത്തി റിക്കവറി നടത്തി ഇവൻ്റെ പേരിൽ പകയോട് അല്ലെങ്കിൽ ഇവനെ കടം കൂടിയതുകൊണ്ട് എല്ലാവരെയും കൊന്നെന്ന് പറയുന്നത് അത് അവിശ്വസനീയമായിട്ട് കോടതിക്ക് തോന്നും. കടം കൂടിയുന്നവരാരും സ്വയം ആത്മഹത്യ ചെയ്യുന്നല്ലാതെ ആ ആൾക്കാരെ കൊന്ന ചരിത്രം നമ്മൾക്ക് അറിഞ്ഞുകൂടാ. കടം കൊടുത്തവരെല്ലാം കൊല്ലുകയാണ്. അതെന്ത് മനസ്ഥിതി എന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു മനസ്സ് ഇയാൾക്ക് എങ്ങനെ രൂപപ്പെട്ടു? അത് ആരുടെ ശക്തി കൊണ്ടാണ്? അതിനൊരു ബാഹ്യശക്തി ഇയാൾക്കുണ്ടോ? തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് പോലീസ് വരണം. എങ്കിൽ മാത്രമേ അന്വേഷണം പൂർത്തിയാക്കുകയുള്ളൂ. വരും ദിവസങ്ങളിൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്.